എന്നോടിപ്പോൾ പറഞ്ഞു ആണുങ്ങൾ ആയ 15 വൈ നോട്ട്, പെണ്ണുങ്ങളുണ്ടാവും ചിലപ്പോൾ. നോക്കൂ, പോയി നോക്കൂ. ഞാനൊരു പവർ അല്ലേ, എനിക്കെന്തിനാ പവർ ഗ്രൂപ്പ്? എത്രയോ പ്രാവശ്യം എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ. ദാറ്റ്സ് ഓക്കെ, സോ വാട്ട്. എനിക്ക് വരാനുള്ള സിനിമ വരും, എനിക്ക് കിട്ടാനുള്ള സിനിമ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർ വരും. എനിക്ക് കിട്ടാനുള്ള, ഞാനൊരു ആർട്ടിസ്റ്റാണ്, എനിക്ക് ഏത് കഥാപാത്രം ചെയ്യണം. ഞാനൊരു ബോൾഡാണ്, ബ്യൂട്ടിഫുള്ളാണ്, എന്തൊക്കെയോ നിങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ബോൾഡൊന്നുമല്ല, പറയുന്ന സമയത്ത് കറക്റ്റായ കാര്യങ്ങൾ പറയാനുള്ള കാര്യം നിലപാട് എടുക്കുന്നതുകൊണ്ട് ബോൾഡ് ആവുകയല്ല. അത് നിങ്ങൾ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ മുന്നോട്ട് വരാത്തത്. അത് മീഡിയക്കാർ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കൂ, എത്ര പെണ്ണുങ്ങൾ പുറത്തു വരും, അതിൽ ആണുങ്ങൾ വരെ പുറത്തു വരും. അനുഭവിച്ചിട്ടൊന്നുമില്ല. എന്തിന്, ഫോർ വാട്ട്? ഞാനൊരു ജോലി ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെതായ, ഞാനത് കോൺഫിഡൻസ്, എൻ്റെ ഫാമിലി സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത്. അത് അവിടെയാണ് എൻ്റെ പേരൻസ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന് എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ 12 വയസ്സുള്ള മോള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽഡ്, എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നു ഏറ്റവും ജാസ്തി നന്ദി പറയേണ്ടത് നിങ്ങൾ മീഡിയക്കാരാണ്. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞാലും, പക്ഷെ എവിടേക്കോ നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ ടേക്ക് എല്ലാം പോസിറ്റീവായിട്ട്. നെഗറ്റീവ് മാത്രം ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ഇവിടെ കരയേണ്ടേ ഉണ്ടാവുള്ളൂ, ഞാൻ ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ചേർത്ത് പറയാനുള്ളത്, ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടന, നമുക്കൊരു പ്രശ്നമുണ്ടായാൽ അതിനകത്ത് പ്രശ്നം പരിഹരിക്കാൻ ഇടപെടേണ്ട ആളുകളാണ് ആ സംഘടന കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് അതിനകത്ത്. ഒരു അല്ല, എൻ്റെ പ്രശ്നം സമയത്ത് ഞാൻ അവരോട് പണ്ട് പറഞ്ഞ ഒരു പൊതുവേദിയിൽ ഒരു എന്താ പറയുക, വെള്ളംകളി സമയത്ത് ഞാൻ പറഞ്ഞ സമയത്ത് എൻ്റെ കൂടെ അമ്മയല്ല, ഫെഫ്കെ അല്ല, ഫിയോക്ക് എല്ലാവരും നിന്നുണ്ടായിരുന്നു. പക്ഷേ കേസ് ഞാൻ തന്നെയാണ് നടത്തേണ്ടത്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂ, ഇതാണ് ചോദ്യം. പരാതി കൊടുക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന കാര്യത്തിൽ അമ്മ ആ തരത്തിൽ മേ ബി ബിക്കോസ് ഞാനത് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് പിന്തുണ ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ പ്രതീക്ഷിക്കും. ഞാൻ ആരും വെയിറ്റ് ചെയ്യാറില്ല, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയും. ഞാനിപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നാലേ ഞാൻ ആ ആൾ മുന്നോട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യും. എന്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യണത്? പവർ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞത്, ഇപ്പൊ ഈ പവർ ഗ്രൂപ്പ് ഇടപെട്ടിട്ട് മാമിനിപ്പോ അവസരം കിട്ടിയത്, ഇവർ ഇടപെട്ടിട്ട് ഏതെങ്കിലും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി എത്രയോ സിനിമകള്, 9 സിനിമേന്റെ സൈനിങ് എമൗണ്ട് എല്ലാം ഞാൻ ഇട്ട് വിഴുങ്ങി, ഇപ്പൊ കഴിച്ച് വിഴുങ്ങി ഞാനെല്ലാം. അപ്പൊ അങ്ങനെ മാറ്റി നിർത്താൻ തക്ക ഫോഴ്സ് ആയിട്ട് അവിടെ സിനിമയിൽ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് ഐ ഡോണ്ട് നോ ഹൂ. ഇപ്പൊ എന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കണ്ടോ? ചിലപ്പോ നിങ്ങൾ എന്റെ ദുഷ്മന്മാരാണെങ്കിലോ? ആരാന്നറിയില്ലെങ്കിലും അങ്ങനെ ഒരു സംഘടന, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ സ്ത്രീ ഉണ്ടാവും, സ്ത്രീകളുണ്ട് അതിൽ. ഐ ഡോണ്ട് ലൈക്ക് ദീസ് ആണുങ്ങൾ മാത്രം തെറ്റായി ചെയ്യുന്നത്. അത് എനിക്ക് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ഇതിൽ അതേ സമയത്ത് സ്ത്രീകൾ എന്തുകൊണ്ട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യില്ല? ഏറ്റവും വലിയ ദുഷ്മൻ സ്ത്രീ തന്നെയാണ്. ഐ ഡോണ്ട് നോ, ബിക്കോസ് WCC അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് എന്നെ പഠിപ്പിച്ച എൻ്റെ പേരൻസ് മീൻസ് യു ഹാവ് ടു ഫൈറ്റ് യുവർ ഓൺ ബാറ്റിൽ എന്നുള്ള രീതിയിലാണ് പഠിപ്പിച്ചിട്ടുണ്ട്. WCC ചെയ്തിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അവർ കാരണമല്ലേ പുറത്തു വന്നത്, അങ്ങനെയെങ്കിലും പുറത്തു വന്നല്ലോ. അപ്പോൾ ഇനി പക്ഷേ നമ്മൾ ഈ സബ് ടീം ഉണ്ടാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, യുനോ. ഇപ്പോൾ അമ്മ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട, എത്രയോ ആൾക്കാർക്ക് എന്താ പറയുക കൈനീട്ടം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ പക്ഷെ അതിന് നമ്മളെ അമ്മ എപ്പോഴും 24/7 നമ്മളെ, നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിങ്ങളെ 24/7 ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഫൈറ്റ് നമ്മൾ തന്നെ ചെയ്യണം. ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നു, അതിനകത്ത് വലിയ ചർച്ചകൾ ഒരു ഭാഗം നടക്കുന്നുണ്ട്. അപ്പോഴും ഇതിനകത്ത് സർക്കാർ എടുക്കുന്ന നിലപാട് കേസെടുക്കാൻ കഴിയില്ല, മൊഴികൾ വേണം, അല്ലെങ്കിൽ ഇവർ വന്നിട്ട് പരാതി തരണം, അങ്ങനെയാണ് സർക്കാരിന്റെ നിലപാട്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഇത്രയും ചർച്ചകളായി, അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ കൊടുത്ത കേസസ് നമ്മൾ പ്രൂഫ് കൊടുക്കണം, നമ്മൾ ഇത് ചെയ്യണം, നമ്മൾ അത് ചെയ്യണം. പിന്നെ അത് എങ്ങനെ ഒരു കേസും സമയത്ത് സോൾവ് ചെയ്യില്ല. എത്രയോ 12 വർഷം 2011-10 എന്തോ കൊടുത്ത, ഇന്ന് എത്രയായി? 15 വർഷമായില്ലേ. ഞാൻ അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് കല്യാണം കഴിച്ച ഒരു കുട്ടിയായി, യുനോ.
കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ എവിടെ പോവാൻ എനിക്കറിയില്ല, ഞാൻ ഉണ്ടാവുമോ എന്നും അറിയില്ല. അപ്പം അങ്ങനത്തെയാണ് കേസ് ഇവിടെ നടക്കുന്നത്. ഒരു പെണ്ണിനെയും ഒരു കേസും ഒരു കോടതിയും ഒരു ഹൈക്കോർട്ടും സ്ത്രീ ജഡ്ജായാലും സ്ത്രീ വക്കീലായാലും ഒരാളും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിന്റെ വാട്ട് ഈസ് നെക്സ്റ്റ്, അടുത്ത് എന്താകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഐ എം നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. ഞാൻ ഒരു ചേഞ്ചും പ്രതീക്ഷിക്കുന്നില്ല. ലോ മാറാനുള്ള സമയം കഴിഞ്ഞു. യുനോ, ലോ കുറച്ചും കൂടിയും ആൾക്കാർ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ലോനെ ഒന്ന് സമീപിച്ചാൽ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ അത് നേരിടും.